സ്വീറ്റ് പൊട്ടറ്റോ ചീസി ബോൾസ് അതാട്ടാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ബോളിൻ്റെ ഷേപ്പല്ലല്ല, കാണാനൊരു ടയർ പത്തിരിയുടെ ഷേപ്പൊക്കെയാണ് ഉള്ളത് അല്ലേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമ്മളുടെ മധുരക്കിഴങ്ങില്ലേ അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലിൽ നമ്മുടെ കിഴങ്ങ് അങ്ങോട്ട് വേവിച്ചെടുത്തേ. ഈ മധുരക്കിഴങ്ങേ ആവിയിൽ വേവിച്ചെടുത്താലും മതിട്ടാ. ഇനി ഇതിൻ്റെ ആ ഒരു തൊലി അങ്ങോട്ട് ഒളിച്ചളഞ്ഞിട്ടേ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, 1/4 കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് മൈദപ്പൊടി കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കില്ല അതിലും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുക്കുക. അത് നമ്മൾ ഈ ഉന്നക്കായ്ക്കൊക്കെ ഷേപ്പാക്കി കൊടുക്കില്ലേ എന്ന പോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണട്ടാ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടേ നമ്മളുടെ ഈ മൊസറല്ല ചീസ് ഇല്ലേ അതങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് നേരെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ബോളിൻ്റെ ഷേപ്പിലോ നമ്മളുടെ ഉന്നക്കായൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഞങ്ങളുടെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കൈയോടുകൂടി തന്നെ ഞങ്ങളുടെ ചുട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടേ ആദ്യം തന്നെ നമ്മുടെ പാനിൽ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് ഈ ഓരോ ബോൾസും വെച്ച് കൊടുക്കാനായിട്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മൈദപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അങ്ങോട്ട് വെന്ത് വരണം. അതേപോലെ നമ്മളെ ചീസ് മെൽറ്റായിട്ട് വരണം. സംഭവം ഇതേ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടാ, എന്നാലല്ലേ ഈ ചീസൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിയുള്ളൂ. പിന്നെ വാ പൊള്ളാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.